ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിച്ചിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോഴും ആഘോഷത്തിമിർപ്പിലായിരിക്കും അല്ലേ? ഈ ആഘോഷത്തിനിടയിലും ഒരു സ്വയം വിലയിരുത്തലിനും ഒരു സ്വയം ഇമ്പ്രൂവ്മെൻറ്റിനും നമ്മൾ തയ്യാറാകുന്നത് നന്നായിരിക്കുമല്ലോ. ഈ ഓണാഘോഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. മഹാബലി നാട് ഭരിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ഒരു സോഷ്യൽ ലൈഫ്. ആ വരികൾ നമ്മളെപ്പോഴും പാടിക്കൊണ്ട് നടക്കാറുണ്ട്. മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഏറ്റവും പ്രസക്തമായ ഭാഗം എന്താണെന്നോ? കള്ളമില്ല, ചതിയില്ല, എള്ളോളമില്ല, പൊളിവചനം. ഇങ്ങനൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പല പ്രശ്നങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കോരിത്തരിപ്പുണ്ടാകുമെങ്കിലും നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അതൊന്നും ഇനിയും സാധ്യമല്ല എന്നുള്ളത്. പക്ഷെ സാധ്യമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഇന്നത്തെ ചുറ്റുപാടിൽ ഒരുപാട് പേരും പരാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ലോൺലിനെസ്. നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് ധൈര്യമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന പോലെയുള്ള ഒരവസ്ഥ. ഈ ആധുനിക ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കണക്ഷൻസ്, അതായത് നമ്മുടെ സോഷ്യൽ ലൈഫ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ ലൈഫ് വളരെ വളരെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രയോജനങ്ങളൊന്നും ഉണ്ടാകാറില്ല. ആമോദത്തോടു കൂടി ഇവിടെ വസിക്കണമെങ്കിൽ കണക്ഷൻസ് വളരെ വളരെ ആവശ്യമാണ്. അപ്പം നമ്മൾ എന്താണെന്ന് ഇന്ന് ചർച്ച ചെയ്യാൻ പോണത്, ഈ സോഷ്യൽ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ ലൈഫിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷം, സമാധാനമൊന്നും കിട്ടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതാണ്, സോഷ്യൽ ലൈഫിൽ നമ്മളെല്ലാവരും പാലിക്കേണ്ട 10 നിയമങ്ങൾ. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന് ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ലൈഫ് വളരെ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗ്രൂപ്പിനിടയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ചിലർക്ക് വന്നു ചേരാറുണ്ട്. സോഷ്യൽ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമുക്ക് അറിയാമെങ്കിലും വേണ്ടത്ര വ്യക്തത അതിനുണ്ടാകണമെന്നില്ല. അതെങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓണം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ്. സോഷ്യൽ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട 10 നിയമങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു സോഷ്യൽ സിറ്റുവേഷനിലായിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഈ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവണം. രാവിലെ തന്നെ നമ്മളെ ഒരുപാട് പോസിറ്റീവാക്കുന്നൊരു ചിന്ത പറയട്ടെ. ആദ്യം ആലോചിക്കേണ്ടത് ഇതാണ്, രാവിലെ ഉണർന്നു വരുമ്പോൾ ഇന്നത്തെ ഈ ദിവസം എനിക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് സാധ്യമായ വിധത്തിലെല്ലാം ഈ ദിവസത്തെ ഞാൻ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റും. നല്ല ചിന്തയല്ലേ? അപ്പോൾ എനർജി വരണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഇങ്ങനെയുള്ള ചിന്തകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആക്ഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നല്ല എനർജി ഉള്ളവരായിട്ട് മാറും. ആ എനർജി നമുക്ക് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, വൈബ്രൻറ്റ് സ്മൈൽ, മൂവ്മെൻറ്റ്സ്. കസേര എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ. ചിലർ ചെന്തപാടെ ഏറ്റവും ബാക്കിലുള്ള ഒരു കസേരയിൽ കയറിയിരിക്കും. എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരോടും സംസാരിക്കാനില്ല എന്ന ഭാവത്തിലാണ് അവരുടെ ഇരിപ്പ്. ചിലപ്പോൾ മനസ്സിലങ്ങനെ അല്ലായിരിക്കാം, പക്ഷേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കിട്ടേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ അവരെ എല്ലാം ഇഷ്ടപ്പെടുന്നു, അവരുടെ കൂടെ കുറച്ച് സമയം സന്തോഷമായിട്ട് ചെലവഴിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം കേട്ടോ, ഈ പോസിറ്റീവ് വൈബ്സ് ഉണ്ടാക്കിയില്ലെങ്കിലും റിപ്പൽസീവ് വൈബ്സ് ഉണ്ടാക്കരുത്. ചിലരുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള എനർജിയും കൂടി ചോർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാറില്ലേ? വസ്ത്രധാരണവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് വസ്ത്രധാരണം ചെയ്യേണ്ടത്? പ്രൈവറ്റ് സ്പേസ് നമ്മുടെ സ്വന്തമാണ്, പക്ഷേ ഒരു സോഷ്യൽ സ്പേസിലേക്ക് വരുമ്പോൾ വസ്ത്രധാരണം ചിലപ്പോൾ ഒരു റിപ്പൽസീവ് റിയാക്ഷൻ മറ്റുള്ളവരിൽ ഉണ്ടാക്കും. എക്സ്പോസ്ഡായിട്ട് വസ്ത്രധാരണം നടത്തി വരിക, 2 കാര്യങ്ങളുണ്ട്. ഈ എക്സ്പോസ്ഡായിട്ട് വസ്ത്രധാരണം നടത്തുമ്പോൾ അതൊരു അട്രാക്ഷനല്ല ഉണ്ടാക്കുക കേട്ടോ, റിപ്പൽഷനാണ് പലപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയായി, ഏറ്റവും എന്തൂസിയാസ്റ്റിക്കായി, ഏറ്റവും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകളായി മാറണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ
മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യം കാണിക്കുക. സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനായിരിക്കും പൊതുവേ നമുക്ക് താല്പര്യം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അറിയാനും ഒക്കെയുള്ള കൂടുതൽ താല്പര്യം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. പേര് പറഞ്ഞ് മറ്റുള്ളവരെ വിളിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ നന്നായിരിക്കും. അതൊരു ശീലമാക്കിയാൽ മതി. ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് വിളിച്ച് സംസാരിക്കുക. പേര് ഓർമ്മ വരുന്നില്ലെങ്കിൽ ചോദിക്കുക, ഒരു പ്രശ്നവും ഇല്ല. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, കോൾ പീപ്പിൾ ബൈ നെയിം. അപ്പം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം അവർക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തെ കാര്യം ഇതിനോടനുബന്ധിച്ച് തന്നെ പറയാനുള്ളതാണ്, കുറച്ച് സംസാരിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക. മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ ലിസണിങ്ങിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബ്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നാലാമത്തെ കാര്യം, നമ്മൾ മനുഷ്യരല്ലേ. ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇമോഷണൽ കൺട്രോളിലൊക്കെ പ്രശ്നം ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യണം, ആ സമയത്ത് സംസാരിക്കാതിരിക്കുക. ആ സമയത്ത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടൂളാണ് സൈലൻസ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആകും, അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയാം. അഞ്ചാമത്തെ കാര്യം, ചില സോഷ്യൽ സിറ്റുവേഷൻസിൽ ചില പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അത് ഓർഗനൈസ് ചെയ്തവരുടെ ഭാഗത്തു നിന്നും ചില കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകാം. അതിനെ അവിടെ വെച്ച് അതൃപ്തി കാണിച്ച് മറ്റുള്ളവരുമായിട്ടത് ഡിസ്കസ് ചെയ്യാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അത് കഴിഞ്ഞ ശേഷം സംഘാടകരോട് പറയാം, ചില കാര്യങ്ങളും കൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഒരിക്കലും മരണ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, അവിടെ വെള്ളമില്ല, വെള്ളം വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഈ വീട്ടുകാരെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, മരണ വീടാണ്, അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയേയില്ല. പക്ഷേ ക്രിട്ടിസിസം മുറ പോലെ നടക്കുകയാണ്. ഇവർക്ക് കുറച്ച് വെള്ളമെങ്കിലും എടുത്തു വെച്ചൂടെ? ഈ വെള്ളം എന്ന് പറയുന്ന സാധനം നമുക്ക് ബാഗിൽ വെച്ച് കൊണ്ടുവരാവുന്ന ഒന്നാണ്. ഇതെല്ലാം നമ്മൾ വിട്ടുപോയിട്ട് ഇങ്ങനെ കുറ്റാരോപണങ്ങൾ. ഞാനിത് ധാരാളം കേട്ടിട്ടുള്ള ഒരാളാണ്. പല സന്ദർഭങ്ങളിലും പല പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനിത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്, എനിക്കതിൽ പ്രോബ്ലം ഇല്ല. പക്ഷേ ചില ആളുകൾക്കെങ്കിലും അത് മനോവിഷമം ഉണ്ടാക്കുകയും അവർ പിന്നെ ഇത്തരം പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ചെയ്യരുത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സംഘാടകരോട് പിന്നീട് നമുക്ക് പറയാവുന്നതാണ്. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇനി ആറാമത്തെ കാര്യം, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ എന്താണെന്നോ, മറ്റേ ആളിൻ്റെ സാമീപ്യം ഞാൻ അറിയുന്നു എന്ന് കാണിക്കുന്ന ഏത് ജസ്റ്ററും സ്ട്രോക്കാണ്. പുഞ്ചിരി ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ്. സ്ട്രോക്സിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മളിവിടെ പോസിറ്റീവ് സ്ട്രോക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അതൊരു പോസിറ്റീവ് സ്ട്രോക്കാണ്. ഹഗ് ചെയ്യുമ്പോൾ അതും ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഈ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ വേണം. അപ്പോൾ ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് കൊടുക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പലർക്കും, എനിക്കും പറ്റാറുള്ളൊരു അബദ്ധമാണ്, നമ്മൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കസേര കണ്ടാൽ ആ കസേരയെ കയറിയിരിക്കും. ഇത് വലിയൊരു അബദ്ധമാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചുറ്റുപാടും നടന്ന് എല്ലാവർക്കും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. ഇത് 1-2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം കസേരയിലേക്ക് സമാധാനമായിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്ത് നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അത് അവിടെ ഹൈലൈറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മളെ ആ ഗ്രൂപ്പിൽ വളരെ സ്വീകാര്യരാക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്, ആർക്കും ഞാൻ അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്ങും അവിടെ ഇല്ലാതാവും. ഏഴാമത്തെ കാര്യം, സ്റ്റേ കാം. നമ്മൾ ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വളരെ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും അവിടെ എത്തുന്നത്. എന്നാലും നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കുക. ഈ സ്ട്രെസ്സിങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളവിടെ ചെന്നിട്ട് എനിക്ക് പോകാൻ ധൃതിയുണ്ട്, എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് പോകണം, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാതിരിക്കുക. സ്റ്റേ കാം. നമ്മളെന്തായാലും അവിടെ വന്നതല്ലേ. ചിലർ വന്ന ഉടനെ തന്നെ പറയാറില്ലേ, എൻ്റെ പരിപാടി ആദ്യം വെക്കട്ടെ, എനിക്ക് പോയിട്ട് വലിയ ആവശ്യമുണ്ട്. പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. എന്നാലും കഴിയുന്നത് സ്റ്റേ കാം. ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയും കൂടി ഒരു സമാധാനം ഇല്ലാതാക്കാമെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഇനി അഥവാ നമുക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് നമുക്ക് പോകാമല്ലോ. എട്ടാമത്തെ കാര്യം, ഒരു സോഷ്യൽ സെറ്റപ്പിൽ നമ്മുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യം പറയുക, അല്ലെങ്കിൽ പെട്ടുപോകും. സത്യമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ പറയാറുണ്ട്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് വൈകി വന്നാൽ പോലും സത്യമല്ലാത്ത കാര്യങ്ങൾ പറയും. പിന്നീട്
അത് മറന്നുപോകും. ചിലപ്പോൾ വേറൊരു അവസരത്തിൽ ഇക്കാര്യം പറയുമ്പോൾ നമ്മൾ വേറെ കാരണമായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരുണ്ട്. ഇതെല്ലാം നമ്മൾ മറന്നു പോകും. എവിടെയായിരുന്നാലും നമ്മുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ഓണസ്റ്റ് ആൻഡ് ബി ഓപ്പൺ. 9, മര്യാദകൾ പാലിക്കുക. നമ്മുടെ സോഷ്യൽ ലൈഫിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും അധികം മനോഹരമാക്കുന്ന ഒന്നാണ് മര്യാദകൾ. എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കുക. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചില സോഷ്യൽ സെറ്റപ്പിൽ മൈക്ക് വേറെ ആളുകൾക്ക് കൊടുക്കാത്തവരെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ മൈക്കും പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഒരു ഡ്യൂ ഷെയർ, എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ടെന്നൊക്കെ മറന്നുപോകും. ഇത് വളരെ വളരെ അരോചകമാകുമല്ലേ അവരുടെ പ്രവൃത്തികൾ. അതുപോലെ തന്നെ പാട്ടുകാരും അല്ലേ, വേറെ ആളുകൾക്ക് പാടാൻ അവസരം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ മര്യാദയ്ക്ക് നിരക്കാത്ത പ്രവൃത്തികളാണ്. സാധാരണ സോഷ്യൽ സിറ്റുവേഷനിൽ മര്യാദ പാലിക്കുക എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊടുക്കുന്ന ഒന്നാണ്. 10ാമത്തെ കാര്യം, ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് സമയം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സന്ദർഭം നമ്മൾ ഉണ്ടാക്കരുത്. സോഷ്യൽ സെറ്റപ്പിൽ പോലും സമയം പാലിക്കുന്നത് എല്ലാവർക്കും ഗുണകരമായിരിക്കും. അതുമല്ല, എല്ലാം കൃത്യസമയത്ത് തുടങ്ങണം, അവസാനിപ്പിക്കണമെന്ന് നിർബന്ധമുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ ഓണമായതുകൊണ്ട് മഹാബലിയുടെ കാലത്തുണ്ടായിരുന്ന ആ സോഷ്യൽ ലൈഫിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻ മനോഹരമാക്കിയ വേറൊരു കാര്യം കൂടിയുണ്ട്. പ്രജാതൽപരനായ മഹാബലി, പ്രജകളുടെ ക്ഷേമം മാത്രം മുൻനിർത്തി ഭരിച്ചിരുന്ന രാജാവ്. അതൊക്കെ ഇപ്പോൾ സ്വപ്ന തുല്യമായ കാര്യങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേക അനൗൺസ്മെൻ്റ് ഉണ്ട്. മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് പ്രോഗ്രാം ഈ മാസം 11 തൊട്ട് 18 വരെയാണ് കേട്ടോ. ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 9388605198 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാനതിൻ്റെ വിശദ വിവരങ്ങൾ തരാം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.